എല്ലാവർക്കും എംറോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബില്ലിംഗ് മിത്ര എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ റെസ്റ്റോറന്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. ബില്ലിംഗ് മിത്രയ്ക്ക് ഒരുപാട് ബില്ലിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതായത് POS സിസ്റ്റം, അതേപോലെ തന്നെ ഇൻവെന്ററി ബില്ലിംഗ് സിസ്റ്റം തുടങ്ങിയ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഉണ്ട്. ഇതിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് റെസ്റ്റോറന്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. റെസ്റ്റോറന്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി. ബില്ലിംഗ് മിത്രയുടെ റെസ്റ്റോറന്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. മൊബൈൽ ബേസ് നോളജ് ഉള്ളവർക്ക് പോലും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത അതിന്റെ പ്രൈസ് ആണ്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പ്രൈസോട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 4 പ്രൈസ് പോലും വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ബില്ലിംഗ് മിത്ര റെസ്റ്റോറന്റ് മാനേജ് സോഫ്റ്റ്വെയറിന്റെ ബേസ് വെർഷൻ മന്ത്ലി 200 റുപ്പീസിന് പോലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 200 രൂപയ്ക്ക്. അത് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിലും താഴെയുള്ള പ്രൈസിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ കിട്ടുന്നു എന്നുള്ളതാണ്. വളരെ ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു റെസ്റ്റോറൻറ്റിൽ വരുന്ന ബില്ലിംഗ് ഐറ്റംസ്, റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബില്ലിംഗ്, അതിൻ്റെ സെയിൽസ്, അതേപോലെ തന്നെ സ്റ്റോർ റൂം മാനേജ്മെൻറ്റ്. നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് എന്തെല്ലാം ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ആ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് എന്തെല്ലാം സ്റ്റോർ റൂമിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോർ റൂമിൽ നിന്ന് എന്തെല്ലാം കിച്ചണിലേക്ക് സ്റ്റോക്ക് എടുക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അതേപോലെ തന്നെ സപ്ലയേഴ്സിന്, ഒരു റെസ്റ്റോറൻറ്റിലെ സപ്ലയേഴ്സിന് അവരെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് ടേബിൾ വൈസ് ഓർഡർ എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എടുക്കുന്ന ഓർഡർ, ഇപ്പോൾ ഒരു കസ്റ്റമർ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുന്ന ഓർഡർ നേരെ കിച്ചണിലേക്ക് പ്രിന്റ് പോകുന്നതാണ്. കിച്ചണിൽ പ്രിന്റർ വേണമെന്നില്ല, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡിവൈസോ മോണിറ്ററോ എന്തെങ്കിലും ആണെങ്കിൽ അതിനകത്തേക്ക് ഡിസ്പ്ലേ പോകുകയാണെങ്കിൽ മൊബൈലാണെങ്കിൽ മൊബൈലിലേക്ക് ഡിസ്പ്ലേ പോകുന്നതാണ് ഓർഡറിന്റെ, അല്ലെങ്കിൽ പ്രിന്റ് ആയിട്ട് പോകുന്നതാണ്. ഇനി ആ ഒരു ടേബിളിലെ കസ്റ്റമേഴ്സ് മറ്റെന്തെങ്കിലും ഐറ്റംസ് വീണ്ടും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലയറിന് ആ ഓർഡർ എഡിറ്റ് ചെയ്യാനും കൂടുതൽ ഐറ്റംസ് പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യാനും, കസ്റ്റമേഴ്സ് അത് കഴിച്ചു കഴിഞ്ഞാൽ, ഓർഡർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ബില്ല് റിസപ്ഷനിലേക്ക് പ്രിന്റ് വരുന്നതാണ്. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിന്റെ അഡ്മിന് ഓരോ ദിവസവും അല്ലെങ്കിൽ ഇത്ര ഡേറ്റ് ഗ്യാപ്പിൽ എത്ര സെയിൽസ് നടന്നു എന്നും എത്ര പർച്ചേസ് നടന്നു എന്നും എന്തെല്ലാം അതർ എക്സ്പെൻസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും അതിൻ്റെ ഫുൾ ഒരു GST ഇൻക്ലൂഡ് ചെയ്യുന്ന കണക്ക്, അതിൻ്റെ ഫുൾ ഒരു അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് മെയിൻ അഡ്മിന് ലഭിക്കുന്നതാണ്. ഇത് GST ഇൻക്ലൂഡ് ചെയ്ത് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് പോകാം. ഓക്കെ, അതുമായി ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് അഡ്മിൻ പാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് ടാബിലോ അല്ലെങ്കിൽ മൊബൈലിലോ അതേപോലെ തന്നെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എങ്ങനെയായാലും ഈ ഒരു പാർട്ട് നമുക്ക് അഡ്മിൻ പാർട്ട് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. ഇത് ബ്രാഞ്ച് അഡ്മിൻ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ ബ്രാഞ്ച് അഡ്മിൻ, അതായത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബ്രാഞ്ചിൻ്റെ അഡ്മിൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് ആണ് ബ്രാഞ്ച് അഡ്മിന് ലഭിക്കുന്നത്. അതായത് പുതിയ സപ്ലൈസിനെ ആഡ് ചെയ്യാം, റെസ്റ്റോറൻറ്റ് ടേബിൾസിനെ ആഡ് ചെയ്യാം, അതേപോലെ തന്നെ കാറ്റഗറി ആഡ് ചെയ്യാം, ഫുഡ് ഐറ്റംസ് ആഡ് ചെയ്യാം, അവിടുത്തെ സ്റ്റോർ റൂം മാനേജ് ചെയ്യാം, അവിടുത്തെ സെയിൽസിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും, തുടങ്ങിയ കാര്യങ്ങളാണ്. സെയിൽസിൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതിയൊരു കാറ്റഗറി, ഫുഡ് കാറ്റഗറി ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫുഡ് കാറ്റഗറി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫുഡ് കാറ്റഗറി നമുക്ക് ഏതൊക്കെ, ഇപ്പോൾ ലഞ്ചാണോ അല്ലെങ്കിൽ ഡിന്നർ ആണോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ അത് ഇവിടെ ഇതേ രീതിയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാറ്റഗറി നമുക്ക് ഇവിടെ ഫസ്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് കാറ്റഗറി ആഡ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ലഞ്ച്, ഓക്കെ, ഈ കാറ്റഗറീസ് എല്ലാം ഇതേ രീതിയിൽ ആഡ് ചെയ്യാം. ഇനി ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഫുഡ് ഐറ്റംസ് ആഡ് ചെയ്യാം. അതായത് ഈ ഓരോ കാറ്റഗറിയിലേക്ക് ഏതെല്ലാം ഫുഡ് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് അത് പറയണമല്ലോ, അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളെല്ലാം. ഫുഡ് ഐറ്റംസ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ ഈ ടീ ആൻഡ് സ്നാക്സ് എന്ന് പറയുന്നിട്ട് ഈ ഒരു ഐറ്റം സെലക്ട് ചെയ്യുന്നു. അതിൽ ഐറ്റം നെയിം കൊടുക്കുവാണ് ടീ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേ രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൈസ്, അവൈലബിൾ ആണോ അത് നമുക്ക് ഇതിൻ്റെ അവൈലബിലിറ്റി സ്റ്റാറ്റസ് എപ്പോൾ വേണം നമുക്ക് ചേഞ്ച് ചെയ്യാം. അവൈലബിൾ ആണോ, നോട്ട് അവൈലബിൾ ആണോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡിഷൊക്കെ ഒരു ദിവസം തീർന്നു പോവുകയാണ്, അല്ലെങ്കിൽ ആ ദിവസം ആ ഡിഷ് നമ്മൾ സെർവ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മളിവിടെ ആഡ് ചെയ്യുന്നു.
നെക്സ്റ്റ് ഐറ്റം ഇപ്പം ലഞ്ച് എന്ന് പറയുന്ന ഈ കാറ്റഗറിയിലേക്കാണ് അടുത്ത ഐറ്റം ആഡ് ചെയ്യേണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പ്രൈസ് ഇവിടെ എൻ്റർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അവൈലബിലിറ്റി സെറ്റ് ചെയ്യും. ഐറ്റംസ് ഇത് നമുക്ക് വൺ ബൈ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഐറ്റംസ് നമുക്ക് ഇതേ രീതിയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ കുറേ ഐറ്റംസ് ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ആവശ്യം? ഈ ബ്രാഞ്ചിൽ, ഈ റെസ്റ്റോറൻറ്റിലെ ഏതെല്ലാം സപ്ലൈസ് ഉണ്ട് അവരെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, അല്ലേ? ഏതൊക്കെ സപ്ലൈസ് ആണ് സപ്ലൈ ചെയ്യുന്നത് അവരെയാണ് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ സപ്ലയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ സപ്ലയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി ഈ സപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സപ്ലൈൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. സപ്ലൈൻ്റെ നെയിമും കോൺടാക്ട് നമ്പറും അവർക്ക് ലോഗിൻ ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനതിവിടെ ടെസ്റ്റ് സപ്ലയർ എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്നു. ടെസ്റ്റ് സപ്ലയർ ആണ്. അത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് എൻ്റർ ചെയ്യുന്നു. അവരെ കോൺടാക്ട് നമ്പർ എൻ്റർ ചെയ്യുന്നു. അവരെ യൂസർ നെയിം. അപ്പോൾ ഞാനവിടെ ഇവിടെ അവർക്ക് കൊടുക്കേണ്ടുന്ന, അവർക്ക് ലോഗിൻ ചെയ്യാൻ, അവരുടെ മൊബൈലിൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കേണ്ടുന്ന സപ്ലയറിൻ്റെ യൂസർ നെയിമും പാസ്വേഡും നൽകുന്നു. ഓക്കെ, അപ്പോൾ ആ സപ്ലയറിനെ ആഡായി. ഞാൻ ഒരു സപ്ലയറിനെ കൂടെ ആഡ് ചെയ്യുവാണ്. ടെസ്റ്റ് സപ്ലയർ 2. ടെസ്റ്റ് സപ്ലയർ 2 എന്ന് പറഞ്ഞിട്ട് ഒരു സപ്ലയറിനെ കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നു. യൂസർ നെയിം ആഡ് ചെയ്യുന്നു. ടെസ്റ്റ് സപ്ലൈ 2 എന്ന് പറഞ്ഞ യൂസർ നെയിം ആഡ് ചെയ്യുന്നു. അതിൻ്റെ പാസ്വേഡ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 2 സപ്ലൈനെ നമ്മൾ ആഡ് ചെയ്തു, അല്ലേ? അപ്പോൾ ഇനി നമ്മൾക്ക് ആവശ്യം ഈ സപ്ലൈന് ടേബിൾസ് കൊടുക്കണം. കാരണം അറിയാലോ, ഇപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ എല്ലാ ടേബിൾസും എല്ലാ സപ്ലൈനും മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ക്ലാഷൊക്കെ ആവാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടേബിൾ ഏതൊക്കെയുണ്ടോ ആ ടേബിൾ സപ്ലൈസിന് അസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടേബിൾ, ഏതൊക്കെ ടേബിൾ നമ്മൾ റെസ്റ്റോറൻറ്റിലുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ടേബിളിന് ഒരു പേര് കൊടുത്ത് ടേബിൾ 1, അതിനകത്ത് എത്ര സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ജസ്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 4 സീറ്റ് എന്ന് പറഞ്ഞു. ഇനി ടേബിൾ 2 എന്ന് പറഞ്ഞു. ടേബിൾ 2 എന്തായാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ടേബിൾ 2 ഇപ്പോൾ 6 സീറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ 6 സീറ്റ് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുത്തു. ടേബിൾ 2 6 സീറ്റ് ആഡ് ചെയ്തു. ഇനി അടുത്ത ടേബിൾ 3യിൽ വീണ്ടും 4 സീറ്റ് അല്ലെങ്കിൽ 5 സീറ്റ് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു ടേബിൾ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ടേബിൾ 4 എന്ന് പറയുമ്പോൾ ടേബിൾ 4ൽ ഞാൻ 4 സീറ്റ് ആഡ് ചെയ്തു. ഇനി ഈ 4 ടേബിൾ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഈ ടേബിളിൽ നമുക്ക് എന്ത് ചെയ്യാം? സപ്ലയേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമുക്ക് അസൈൻ ടേബിൾ എന്ന് പറഞ്ഞ അഡ്മിൻ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അസൈൻ ടേബിൾ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സപ്ലയേഴ്സിനൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ സപ്ലയറിനെ സെലക്ട് ചെയ്യുക. ടെസ്റ്റ് സപ്ലയർ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് സപ്ലയർ, അവർക്ക് ടേബിൾ 1 ആണ് കൊടുക്കേണ്ടത്. അവന് അസൈൻ കൊടുത്തു. ടേബിൾ 1 അവർക്ക് അസൈൻ ചെയ്തു. ഇനി ഈ സപ്ലയറിന് അപ്പോൾ അസൈൻ ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് സപ്ലയറിന് ഇനി ഒരു ടേബിൾ കൂടെ കൊടുക്കണം. അപ്പോൾ ടെസ്റ്റ് സപ്ലൈ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്തു. ടേബിൾ നെയിം 2 കൊടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ സപ്ലൈന് ടെസ്റ്റ് സപ്ലൈ 2 ആണ്. ടെസ്റ്റ് സപ്ലൈ 2ന് നമ്മൾ 3ാമത്തെ ടേബിൾ അസൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ടെസ്റ്റ് സപ്ലൈ 2ന് ഒരു ടേബിൾ കൂടെ നമ്മൾ അസൈൻ ചെയ്യും. 4ാമത്തെ ടേബിൾ കൂടെ അസൈൻ ചെയ്യും. അപ്പോൾ അവർക്ക് ഇവിടുന്ന് മാത്രമേ ഓർഡർ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഓർഡർ ചെയ്ത ഐറ്റംസ് നമ്മളിവിടെ കാണാൻ പറ്റും. ഏതെല്ലാം സപ്ലൈസിന് ഏതെല്ലാം ടേബിൾ അസൈൻ ചെയ്തു എന്നുള്ളത് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണ്? സപ്ലയേഴ്സിന് ഫുഡ് ഓർഡർ എടുക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൊടുത്ത കാറ്റഗറി ഏതിപ്പം ഇന്നത്തെ വേറെ കാര്യം, ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് ഒരു ദിവസം ഇല്ല എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇല്ല എങ്കിൽ നമുക്കത് അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് ചെയ്ത് വെക്കാം. ഇവിടെ ആ ഒരു ഐറ്റം എടുത്തിട്ട് അതിൻ്റെ അവൈലബിൾ എന്ന് പറയുന്നത് നോട്ട് അവൈലബിൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സപ്ലൈസിന് അത് ആ ഓർഡർ എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഡെയിലി വരുന്ന ഡിഷസോ അല്ലെങ്കിൽ ഐറ്റം തീർന്നു പോകുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ മെയിൻ അഡ്മിൻ ചെയ്താൽ അത് ഓഫ് ചെയ്ത് വെക്കുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സപ്ലയറിൻ്റെ മൊബൈലിലേക്ക് പോകാം. സപ്ലയറിൻ്റെ മൊബൈലിൽ സപ്ലയർ എങ്ങനെ നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് ടേബിൾ വൈസ് ഓർഡർ എടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ,
ബില്ലിമിത്ര റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഓർഡർ ടേക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു റെസ്റ്റോറൻറ്റിലെ സപ്ലയർ തന്നെ അവരെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ടേബിൾ വൈസ് അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ടേബിളിൽ നിന്നും കസ്റ്റമേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് മിത്ര എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് സപ്ലയറിനുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ സപ്ലയർ ആണ് ലോഗിൻ ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അഡ്മിനും അതേപോലെ തന്നെ മെയിൻ അഡ്മിനും എല്ലാം ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കിച്ചണിലും ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ നൽകുന്ന പാസ്വേഡ് യൂസർ നെയിം ഉപയോഗിച്ച് സപ്ലയർ ലോഗിൻ ചെയ്യുകയാണ്. അപ്പം ഇത് ഡെയിലി ഒരു ടൈം അവർ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലോഗിൻ ചെയ്യുക. സപ്ലയർ ഇവിടെ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇനി അഡ്മിൻ അസൈൻ ചെയ്തിരിക്കുന്ന ആ റെസ്റ്റോറൻറ്റിലെ അഡ്മിൻ അസൈൻ ചെയ്തിരിക്കുന്ന ടേബിൾസ് എല്ലാം തന്നെ ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ഏത് ടേബിളാണ് കസ്റ്റമർ വരുന്നത് ആ ടേബിൾ അവിടെ സെലക്ട് ചെയ്യുക. ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കാറ്റഗറി, ഇപ്പോൾ ലഞ്ച് ടൈം ആണെങ്കിൽ ലഞ്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഐറ്റം നെയിം, ഇപ്പം റൈസ് ആണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത ഏതൊക്കെ ഐറ്റം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, റൈസ് ആണെങ്കിൽ റൈസ്, അതിന്റെ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ 2 ക്വാണ്ടിറ്റി ആണ് അവർക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ ക്വാണ്ടിറ്റി വൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ഐറ്റം ഇത് കണക്ക് തന്നെ ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ആദ്യത്തെ 2 ലെറ്റർ കൊടുത്ത ശേഷം നമ്മുടെ എൻ്റർ കീ പ്രസ് ചെയ്യുന്ന ആദ്യം ആ ലെറ്ററിൽ തുടങ്ങുന്ന എല്ലാ ഐറ്റവും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ റൈസ് ആണെങ്കിൽ നമുക്ക് RI മാത്രം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഐറ്റം ആഡ് ചെയ്യും. ഇവിടെ നമുക്ക് ഈ ടേബിളിലേക്ക് ഓർഡർ വന്നിരിക്കുന്നതായിട്ട് കാണാനും സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ബാക്ക് വരാം. അടുത്ത ടേബിളിലും ഇതേ കണക്ക് തന്നെ ഇപ്പോൾ അടുത്ത ടേബിൾ ആൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടേബിളിൽ ഐറ്റം ഏതാണോ ആ ഐറ്റം സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ കാറ്റഗറീസും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു കസ്റ്റമർ ഒരു ടേബിളിൽ വീണ്ടും ഓർഡർ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് മറ്റെന്തെങ്കിലും ഒരു ഐറ്റം കൂടി ആവശ്യമുണ്ടെങ്കിൽ, ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പിട്ട് മറ്റെന്തെങ്കിലും ഇപ്പം ജ്യൂസ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് റീ ഓർഡർ ചെയ്യാനായിട്ട് വീണ്ടും സപ്ലയറിന് ആ ടേബിൾ സെലക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത ഓർഡർ അവിടെ തന്നെ കാണും. ഇവിടെ നമുക്ക് വേണ്ടുന്ന കാറ്റഗറി എന്താണോ ആ കാറ്റഗറി, ഇപ്പം ജ്യൂസ് ആണ് വേണ്ടുന്നത്, ജ്യൂസ് സെലക്ട് ചെയ്തു. ഇനി അവർക്ക് ലൈമാണ് ആവശ്യമെങ്കിൽ ഞാൻ ഇവിടെ ആദ്യത്തെ 3 ലെറ്റർ മാത്രം കൊടുത്താൽ മതി. ലൈം ജ്യൂസ് വന്നു. അതിൽ ക്വാണ്ടിറ്റി എത്ര വേണോ ആ ക്വാണ്ടിറ്റി കൊടുത്തു. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഐറ്റവും കൂടി ഇവിടെ ടോട്ടൽ ബില്ലിനകത്തേക്ക് ആഡ് ചെയ്യും. ഇനി ഇവർ കഴിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അതായത് ഒരു ടേബിളിലെ കസ്റ്റമേഴ്സ് അവരുടെ ഡിഷസ് എല്ലാം ഫിനിഷ് ചെയ്തു, ബില്ല് ചെയ്തോളാൻ പറയുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് തന്നെ ഇവിടുന്ന് ഈ ഒരു ഐറ്റം സേവ് ചെയ്യാം. അതായത് നമ്മൾ പെൻഡിങ് ഓർഡേഴ്സ് ഒന്നുമില്ല, സേവ് ചെയ്ത ശേഷം ബില്ല് എടുക്കാനായിട്ട് ഓർഡർ ലിസ്റ്റിൽ വ്യൂവിൽ പോയിട്ട് ഇവിടെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് സബ്മിറ്റ് ആയി കഴിഞ്ഞു. റെസ്റ്റോറൻറ്റ് ഇത് റിസപ്ഷനിൽ ഈ പ്രിന്റ് വരിക. അതെങ്ങനെയാണ് നമുക്ക് പ്രിന്റ് വരുന്നതെന്ന് നോക്കാം. നേരിട്ട് റിസപ്ഷനിൽ ഇത് പെൻഡിങ് ലിസ്റ്റായിട്ട് കിടക്കുകയും റിസപ്ഷന് അത് കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഈ മൊബൈൽ ആപ്പിൽ നിന്ന് തന്നെ പ്രിന്റ് കൊടുക്കുകയും ചെയ്യാം. അത് ഡയറക്റ്റ് പ്രിന്റ് വരുന്നതാണ്. ഓക്കെ, ഇനി അപ്പം അടുത്തതായി ഇതിൻ്റെ സ്റ്റോർ റൂം മാനേജ്മെൻറ്റും അതേപോലെ തന്നെ അതർ എക്സ്പെൻസ് സെക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേ രീതിയിൽ ആഡ് ഐറ്റം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതേ രീതിയിൽ ഐറ്റം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ ഐറ്റം ആഡ് ചെയ്യാം. ഐറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റോക്ക് എടുക്കുന്നത്, അതായത് നമ്മൾ സ്റ്റോർ റൂമിലേക്ക് സ്റ്റോക്ക് എടുക്കുന്നത് എത്രയൊക്കെയാണെന്നുള്ളത് ഡെയിലി സ്റ്റോക്ക് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതിന് മുന്നേ സപ്ലൈസ് ആരൊക്കെയാണുള്ളത്, നമ്മൾ ഹോട്ടലിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സപ്ലൈസിനെ നമുക്ക് ഇവിടെ ഇതേ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അവരുടെ ബാങ്ക് അക്കൗണ്ട്, സപ്ലൈൻ്റെ ബാങ്ക് അക്കൗണ്ട്, അവർക്ക് പോകുന്ന എമൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. സപ്ലൈസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് സ്റ്റോക്ക് എടുക്കുന്ന ടൈമിൽ സ്റ്റോക്ക് എടുക്കാനായിട്ട് നമുക്ക് പർച്ചേസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. പർച്ചേസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലയർ കൊണ്ടുവരുന്ന ഇൻവോയ്സ് നമ്പർ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ ആ ഇൻവോയ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് എൻ്റർ ചെയ്യാം. വൺസ് അത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഐറ്റം ഇവിടെ സെലക്ട് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐറ്റം ഇവിടെ വരുന്നതായിട്ട് കാണാം. അതിൻ്റെ ബാച്ച് സെലക്ട് ചെയ്യാം. അതിൻ്റെ സ്റ്റോക്ക് ഫസ്റ്റ് എടുക്കുന്ന സ്റ്റോക്ക് എത്ര പാക്കാണോ ആ പാക്ക് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു.
ഓക്കെ, അപ്പോൾ ആ എൻട്രി ചെയ്ത ഐറ്റം ഇവിടെ സ്റ്റോർ റൂമിലേക്ക് വന്നതായിട്ട് കാണാം. ഇനി ഈ സ്റ്റോർ റൂമിൽ നിന്ന് ഐറ്റംസ് നമ്മൾ കിച്ചണിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, കിച്ചണിലേക്ക് റിട്രീവ് ചെയ്യുകയാണെങ്കിൽ റിട്രീവ് ഐറ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് വെച്ച് നമ്മൾ എത്ര ഐറ്റംസ് ആണോ കിച്ചണിലേക്ക് കൊടുക്കുന്നത്, ആ കിച്ചണിലേക്ക് കൊടുക്കുന്ന ഐറ്റം ഇവിടെ സെലക്ട് ചെയ്ത് അതിൻ്റെ ബാച്ച്, ഇപ്പോൾ നമ്മൾ 10 പാക്സ് ആണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ യൂണിറ്റ് പാക്കാണ്. അപ്പോൾ 10 പാക്സ് ആണ് പർച്ചേസ് ചെയ്യുന്നതിൽ ഒരു പാക്ക് നമ്മൾ എന്ത് ചെയ്യണം, കിച്ചണിലേക്ക് ഇന്ന് സ്റ്റോക്ക് അപ്ഡേറ്റ്, അല്ലെങ്കിൽ കിലോഗ്രാം ആണെങ്കിൽ നമുക്ക് കിലോഗ്രാം വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കിലോഗ്രാമിനെ ബേസ് ചെയ്ത് സ്റ്റോക്ക് റെഡ്യൂസ് ആവുന്നതാണ്. ഇന്നത്തെ ഡേറ്റ് നമ്മൾ കിച്ചണിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിച്ചണിൽ അവിടെ അപ്ഡേറ്റ് ആവുന്നതാണ്. ഇവിടെ അതേപോലെ തന്നെ അഡീഷണൽ എക്സ്പെൻസ് എന്തെങ്കിലും നമുക്ക് ഇന്ന് റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് എമൗണ്ട് ഇവിടെ കൊടുക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഐറ്റം ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഐറ്റം എക്സ്പെൻസ് ആയിട്ട് അത് ആഡ് ആവുന്നതാണ്. പിന്നീട് നമുക്ക് റിപ്പോർട്ടിനകത്ത്, മന്ത്ലി റിപ്പോർട്ടിനകത്ത്, ടോട്ടൽ റിപ്പോർട്ടിനകത്ത് ആ എക്സ്പെൻസ്, ടോട്ടൽ സെയിലും ടോട്ടൽ ഇൻകം റിപ്പോർട്ടും നമുക്ക് ഫുള്ളി ഇവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് ബില്ലിംഗ് മിത്ര സോഫ്റ്റ്വെയർ. ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മറ്റ് ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ടേബിളിൽ നമ്മൾ QR കോഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ നെക്സ്റ്റ് വെർഷനകത്ത് ടേബിളിൽ QR കോഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ QR കോഡ് സ്കാൻ ചെയ്ത് തന്നെ കസ്റ്റമേഴ്സിന് മെനൂസ് ഡിസ്പ്ലേ ചെയ്യുന്നതും ആ മെനൂസിനെ ബേസ് ചെയ്ത് കസ്റ്റമറിന് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് സപ്ലൈസ് ടേബിളിൽ എത്തുന്നതിന് മുന്നേ തന്നെ കസ്റ്റമേഴ്സിന് കിച്ചണിലേക്ക് ഓർഡർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അവർക്ക് തന്നെ ഓർഡേഴ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓർഡർ എടുക്കുന്ന ടൈമിൽ തന്നെ കിച്ചണിലേക്ക് പ്രിന്റ് പോകുന്നതും കിച്ചൺ സെക്ഷനിലേക്ക് പ്രിന്റ് പോകുന്നതും വൺസ് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ ഇതിന്റെ ബിൽ പ്രിന്റ് റിസപ്ഷനിലേക്ക് പോകുന്നു. സപ്ലയർ വൺസ് ഓർഡർ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ, കസ്റ്റമേഴ്സ് കഴിച്ചു കഴിയുമ്പോൾ ഓർഡർ കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രിന്റ് റിസപ്ഷനിലേക്ക് പോകുന്നതാണ്. അതേപോലെ തന്നെ വൺസ് ഓർഡർ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ, കസ്റ്റമേഴ്സ് ടേബിളിൽ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ, അതേപോലെ തന്നെ വൺസ് ഓർഡർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, സപ്ലയർ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഇൻവോയ്സ് റിസപ്ഷനിലേക്ക് പ്രിന്റ് പോകുന്നതുമാണ്. ബില്ലിംഗ് മിത്ര എന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ, എൻ്റെ ഡെമോ വെർഷൻ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പറും സൈറ്റും ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നോക്കാം, ഡെമോ വെർഷനായിട്ട് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്.